السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള മഹത്തായ മുഹറം മാസത്തിലെ 9-ാമത്തെ ദിനത്തിലാണ് നാം ഉള്ളത്. അഥവാ താസുആ ദിനം എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹറം 9 വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക വളരെയധികം പ്രതിഫലാർഹമായ ഒരു അമലായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ അമലുകളെ അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസമാകുമ്പോൾ അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് തന്നെ നന്മകൾ ധാരാളം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചവർ വലിയ ഭാഗ്യവാന്മാർ തന്നെയാണ്. മുഹറം 9 അഥവാ യൗമുത്താസിഅ മുഹറം 9 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതായി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കാരണം ഹബീബായ സയ്യിദുൽ വുജൂദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പോയപ്പോൾ അവിടെയുള്ള ജൂത നസാറാക്കൾ മുഹറം 10 വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാൻ സാധിക്കും. അങ്ങനെ അവർ ബഹുമാനാദരവോടുകൂടെയാണ് ഈ ദിവസത്തെ കണ്ടിരുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുക. അവിടുന്ന് പറയുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് തന്നെ മുഹറം 10 നോമ്പനുഷ്ഠിച്ച് സഹാബത്തിനത് കാണിച്ചു കൊടുക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലെ, ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വൻ നസാറ. ഈ മുഹറം 10 എന്നുള്ളത് യഹൂദികൾ, ജൂതന്മാരും നസാറാക്കളും ക്രൈസ്തവരും വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണുന്നൊരു ദിവസമാണ്. നമ്മളും അവരെപ്പോലെ ഈ ദിവസത്തെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണണോ? അവരോട് നാം എതിരാകുകയല്ലേ വേണ്ടത് എന്ന നിലക്ക് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലഇൻ ബഖിയതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെങ്കിൽ മുഹറം 9 കൂടെ നോമ്പനുഷ്ഠിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാന്മാരാകുന്ന മുഹദ്ദിസുകൾ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം മുഹറം 10 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. എന്നാൽ 9 നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. കാരണം 10 ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും അവിടെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. 9 അവിടെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടാവുക ഞാൻ നോൽക്കുമെന്ന് കരുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹറം 9 നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്ത് തന്നെയാണെന്ന് മഹാന്മാരൊക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അപ്പോൾ ജൂത നസാറാക്കളോട് എല്ലാ വിഷയങ്ങളും നാം എതിരാവണം. നോമ്പ് അടക്കമുള്ള ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ മാത്രം പോരാ, മറ്റു വിഷയങ്ങളിലൊക്കെ അവരോട് നാം എതിരാവുകയാണ് വേണ്ടത്. പക്ഷേ ഇന്നിൻ്റെ ജനത, ഇന്നിൻ്റെ ആളുകൾ അവരോട് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരുടെ വസ്ത്രവിധാനങ്ങളിലും എന്തിനേറെ പറയണം ഹെയർ കട്ടിങ്ങിൽ വരെ ഈ ജൂത നസാറാക്കളോട് സാദൃശ്യപ്പെടുന്നൊരു അപകടകരമായ ദുഃഖകരമായ സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിൽ നിന്നെല്ലാം ഇത്തരം ഹദീസുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം പൂർണ്ണമായി മാറി നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മുത്ത് ഹബീബിനെ പൂർണ്ണമായും അംഗീകരിച്ച് പിൻപറ്റി ജീവിച്ചവരെന്ന് പറയാനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ. അർഹമുർ റഹീമായ റബ്ബ് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് അംഗീകരിച്ച് ജീവിച്ച് ആഖിബത്ത് നന്നായി ഈമാനോടെ മരിച്ച് മുത്ത് ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.